തുടക്കം മുതൽ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് ഓടുകയായിരുന്നല്ലോ. അന്ന് ഹൂ കെയേഴ്സ് പറഞ്ഞപ്പോഴും പരാതി വരട്ടെ, അന്വേഷണം നടക്കട്ടെ എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ എന്താ പറയുന്നത്? അതുപോലെയുള്ള വിഷയമാണോ ഇന്ന് മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കോൺഗ്രസിൻ്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ MLA ആയി ഇപ്പോഴും പാലക്കാട് MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും ശ്രീ മുകേഷ് MLAക്കെതിരെയുള്ള പരാതിയും ഒരുപോലെയാണോ? കേരളത്തിൽ തന്നെ മറ്റ് 2 MLAമാർ, വിൻസെൻ്റ് MLA, മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളി MLA, ഇന്നും കോൺഗ്രസിൻ്റെ MLAമാരായി തുടരുന്നുണ്ട്. അവർ അതിനുശേഷം നടന്ന കോൺഗ്രസിൻ്റെ പുനർസംഘടനയിൽ ഉന്നത സ്ഥാനത്ത് കയറിയിരിക്കുന്നുണ്ട്. അതാണ് ഒരു ഭാഗം. ഈ വിഷയം അതുമായി കൂട്ടിക്കെട്ടാൻ ഈ യൂത്ത് കോൺഗ്രസ് കാണിക്കുന്നൊരു താല്പര്യം നോക്കൂ നിങ്ങൾ. ഈ വിഷയത്തെ ചെറുതാക്കുകയാണ് അവരുടെ ഉദ്ദേശം. ഇതൊരു ഗൗരവത്തിൽ, ഒരു സാധാരണ കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത, അല്ലെങ്കിൽ നമ്മൾ രാജ്യത്ത് തന്നെ നമ്മളാരും കേട്ടുപരിചയമില്ലാത്ത ഒരു കേസായി പരിഗണിക്കേണ്ടതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ മുൻ അധ്യക്ഷൻ്റെ ഈ ചെയ്തികൾ. അതിനെ ആ അർത്ഥത്തിൽ തള്ളാനും ആ അർത്ഥത്തിൽ അതിനെ ആക്ഷേപിക്കാനുമാണ് യഥാർത്ഥത്തിൽ ആര് തയ്യാറാകേണ്ടത്? അതിന് തയ്യാറാകേണ്ട യൂത്ത് കോൺഗ്രസ്. അവരിപ്പോഴും ഈ പറയുന്ന സീരിയൽ ബലാത്സംഗ കേസുകളുടെ ഒരു പ്രതിയായി നിൽക്കുന്ന ഇദ്ദേഹത്തിന് പിന്തുണ ഒരുക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് പാലക്കാട് MLA പറഞ്ഞത്. ഞാൻ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുന്നോ, അങ്ങനെ എന്തൊരു വാചകവും നിങ്ങളുടെ പത്രങ്ങൾ, നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന പ്രചരണത്തിൽ ഞാൻ കാണുന്നു. അതിൽ നിന്ന് സാധാരണ മനുഷ്യൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ഇന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം മുൻ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കവചമൊരുക്കുകയാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെയാണ് അവർക്ക് അനുകൂലമായി, അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യനായ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ഇപ്പോൾ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതികരിക്കേണ്ടത് എന്താ? ചൂരൽമലയിൽ കണ്ണീര് കാണിച്ച് പണം പിരിച്ച് ആ പണം എന്തിനോ ഉപയോഗിച്ചു എന്നുള്ളതാണ് അല്ലേ? പരാതിയിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വയനാടിന് വേണ്ടി ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും പാവങ്ങളുടെ വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ പിരിച്ച പണം എവിടെ? ആ പണം എവിടെ? അതിന് മറുപടി പറയണ്ടേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ? ആ പണത്തിൻ്റെ പേര് കൂടി, ആ പിരിവ് കൂടി ഈ മുൻ അധ്യക്ഷൻ്റെ പേരിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന പരാതിയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഈ യൂത്ത് കോൺഗ്രസിൽ പലരും ഇവർക്കെല്ലാം പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ഉണ്ട്. വലിയ കവചം ഈ അക്രമിക്ക് വേണ്ടി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരുക്കിയിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ ആയാലും കോൺഗ്രസ് വളരെ മാന്യമായി അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം. കോൺഗ്രസ് അത് ചെയ്യണം. അത് ചെയ്യാനുള്ള ധൈര്യമാണ് കോൺഗ്രസ് കാണിക്കേണ്ടത്. തുടക്കം മുതൽ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് ഓടുകയായിരുന്നല്ലോ. അന്ന് ഹൂ കെയേഴ്സ് പറഞ്ഞപ്പോഴും പരാതി വരട്ടെ, അന്വേഷണം നടക്കട്ടെ എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ എന്താ പറയുന്നത്? ഈ ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുക, ഞാൻ സ്വതന്ത്രനായി മത്സരിച്ച് പാലക്കാട് നിന്ന് ജയിക്കും എന്നുള്ളത്. ആരാണ് അതിൻ്റെ ഒരു ധൈര്യം? ഈ പാലക്കാടേക്ക് ഈ പറയുന്ന MLAയെ കൊണ്ടുവന്ന ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ധൈര്യമില്ലാതെ ഇങ്ങനെ പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ധൈര്യവും പൂർണ്ണ പിന്തുണയും ഇന്നുമുണ്ട് എന്ന് തന്നെയാണ് ഈ ജനം മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിൽ അല്പമെങ്കിലും മാന്യത ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന പാലക്കാട് MLAയോട് രാജി ആവശ്യപ്പെടണം. അവർക്കെതിരെ നിലപാട് സ്വീകരിക്കണം. ഈ സമയത്തും DYFIക്കെതിരെയും മറ്റു പാർട്ടികൾക്കെതിരെയും ഒക്കെ ആക്ഷേപം ഉന്നയിച്ച് ഒരു സമീകരണം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കരുത്.